ഇതിനൊക്കെ ശരിക്കും ഞാൻ എന്താ റിപ്ലൈ കൊടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ തന്നെ പറ. അതായത് ഇന്ന് നമ്മുടെ സൺഡേ ദിവസമാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരു നൈറ്റ് ഷൂട്ട് ഒരു ഷോർട്ട് ഫിലിം ഷൂട്ടായിട്ട് ബന്ധപ്പെട്ട് നൈറ്റിലായിരുന്നു വർക്ക് ചെയ്തിട്ട്. അപ്പോൾ ഫുൾ നൈറ്റ് പോയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്. 3 ദിവസത്തെ നൈറ്റ് ഷൂട്ടും കൂടെ വന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഭയങ്കരമായിട്ട് ക്ഷീണമുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് സൺഡേ സ്വിഗ്ഗി ആപ്പ് എടുത്ത് നോക്കിയപ്പോൾ ഇന്ന് 40 രൂപ സർജ് അവരിട്ടിട്ടുണ്ട് വൈകുന്നേരത്തെ ഷിഫ്റ്റിൽ. അപ്പോൾ ഞാനങ്ങനെ ആലോചിച്ചു, ഇന്ന് മന്തിൻ്റെ ആണ്, പിന്നെ ക്രെഡിറ്റ് കാർഡ് EMI, മറ്റേ EMI, മാസാവസാനം എന്ന് പറഞ്ഞ കാൽക്കുലേഷൻ മൊത്തത്തിൽ തെറ്റെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഇന്ന് പണിക്കിറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഞാൻ ഇന്ന് വർക്കിനിറങ്ങി. ഇന്ന് സാധാരണ ഞാൻ വർക്കിന് ഇറങ്ങുന്ന സമയത്ത് നമുക്കറിയാലോ വ്ളോഗ് എടുക്കുന്നതാണ്. അപ്പോൾ സാധാരണ വ്ളോഗ് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടായിരിക്കുമല്ലോ പോകുന്നത്. ഇപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടാലറിയാം, നമുക്കൊരു 10-20 മിനിറ്റ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് പോകും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് തലവേദന എടുക്കും. അപ്പോൾ അതിന് മാത്രമുള്ള എനർജി ഇന്ന് ഇല്ലാത്തത് കൊണ്ട് ഇന്ന് വ്ളോഗും എടുക്കണ്ടെന്ന് വിചാരിച്ചു. 5 ഓർഡർ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. 6ാമത്തെ ഒരു ഓർഡർ KFCയിൽ നിന്ന് നമുക്ക് കിട്ടി. അത് അത്യാവശ്യം ലോങ് ആയിരുന്നു, 11 കിലോമീറ്ററിൻ്റെ ഓർഡർ ആയിരുന്നു. അങ്ങനെ അത് ഞാൻ എടുത്ത് കസ്റ്റമർ ലൊക്കേഷനിലെത്തി. ലൊക്കേഷനിൽ നിന്ന് വിളിച്ചതിന് ശേഷമുള്ള കോളാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഈ ഓർഡർ കസ്റ്റമർ ഓർഡർ ചെയ്തിരിക്കുന്നത് ദുബായിൽ നിന്നാണ്. കൂടാതെ ഇത് പത്തനംതിട്ട ജില്ലയിലെ റാന്നി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാനിപ്പോൾ കോഴിക്കോടുള്ളത്. അപ്പോൾ എനിക്ക് എന്തായാലും പോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞത് ക്യാൻസൽ ചെയ്യണം. ആണോ? ഓക്കെ സാർ, സാറിന്റെ വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു കോളൊന്ന് ഹോൾഡിൽ വെച്ചോട്ടെ സാർ. ഞാൻ ഓൾറെഡി ഒരു ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ഇതിനിപ്പോൾ എത്ര ടൈം എടുക്കും? സാർ ഞാൻ കസ്റ്റമറിനെ ഒന്ന് കോൺടാക്ട് ചെയ്യാനായിരുന്നു സാർ. അതൊരു കോളൊന്ന് ഹോൾഡിൽ വെച്ചോട്ടെ സാർ. ഓക്കെ. സംഭവം പറഞ്ഞാലേ പുള്ളിക്കാരിൻ്റെ ബ്രദർ ദുബായിൽ നിന്ന് ഓർഡർ ചെയ്തപ്പോൾ ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. പത്തനംതിട്ട റാന്നിയിലേക്ക് ഓർഡർ ചെയ്യേണ്ടത് കോഴിക്കോടുള്ള ഇവിടെ എനിക്കാണ് ഓർഡർ കിട്ടിയത്. ഞാൻ ആലോചിക്കുക, ഈ കഴിഞ്ഞ ആഴ്ചയും കൂടെ നമ്മൾ വ്ളോഗ് എടുത്ത വീഡിയോ ഇട്ട സമയത്ത് 2 ക്യാൻസൽ കിട്ടി. പക്ഷെ ഒന്ന് നമുക്ക് റിട്ടേൺ കൊടുക്കേണ്ടി വന്നു, ഒന്ന് നമുക്ക് ഫുഡ് കഴിക്കാനും എടുക്കാം എന്നുള്ള വടയും ചായൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. എൻ്റെ സ്ഥിരം വ്യൂവേഴ്സിന് അറിയാം. അപ്പം ഈ ആഴ്ച തന്നെ നമുക്കിങ്ങനെ ഫുഡ് ക്യാൻസൽ ആയിക്കൊണ്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ ഓക്കെ ശരി, താങ്ക് യു. തീർച്ചയായും ശരി. അങ്ങനെ സത്യം പറഞ്ഞാൽ കറക്റ്റ് 1 മണിക്കൂറിൻ്റെ കസ്റ്റമർ സർവീസ് സപ്പോർട്ടുമായി ഞാൻ മല്ലിട്ട് പിടിച്ചിട്ട് ഞാൻ അത് ക്യാൻസൽ ചെയ്യിപ്പിച്ചു. 1 മണിക്കൂർ എനിക്ക് പോസ്റ്റ് കിട്ടി. ഞാൻ അവിടെ പോസ്റ്റിൻ്റെ ചോട്ടിൽ തന്നെ ഇരുന്നു. അങ്ങോട്ട് ഒരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ചോട്ടിൽ ഒരു കല്ലുണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ ഇരുന്നു 1 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്ന്. അതായത് 1 ടിക്കറ്റ് ഇട്ട്, 2 ടിക്കറ്റ് ഇട്ട്, 3 ടിക്കറ്റ് ഇട്ട്, 4 കസ്റ്റമർ സപ്പോർട്ടിനെ വിളിച്ചിട്ടാണ് ഇത് ക്യാൻസൽ ചെയ്യിപ്പിച്ചത്. അങ്ങനെ എനിക്ക് ആ കസ്റ്റമറിന് എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫുഡ് നിങ്ങൾ എടുത്തോ, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുത്തോ, പക്ഷേ എനിക്ക് ആ എമൗണ്ട് ഒന്ന് ചെയ്യാൻ പറ്റുമോ? നമ്മളെങ്ങനെയാണ് 1800 രൂപേൻ്റെ ചിക്കിങ്ങൊക്കെ മീൻസ് KFC ഒക്കെ ഓർഡർ ചെയ്യുന്നത്? എൻ്റെ ലൈഫിൽ ഞാൻ കഴിച്ചിട്ടില്ല അങ്ങനെ 1800 രൂപ. ഞാൻ ഇതുവരെ പോയിട്ട് അങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പം എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് പകുതി എമൗണ്ടെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. 1800ൻ്റെ പകുതി 900 രൂപ ഞാൻ എവിടെ നിന്ന് എടുത്തെടുക്കാനാ? അല്ലേ തന്നെ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പണിക്കിറങ്ങിയത്. സോ ഇതാണ് നമ്മുടെ ഫുഡ്. ഇത് ഞാൻ പൊക്കിയെടുത്ത് കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അയ്യോ, ഇത് ചെറുതായിട്ട് ഈ പറഞ്ഞ പോലെ ഹമ്പൊക്കെ ചാടിയപ്പോൾ നൈസായിട്ട് ഇതിൻ്റെ പൊതിയൊക്കെ ഒന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടല്ലോ ദൈവമേ. സോ ദിസ് വൺ ഈസ് ചിക്കൻ റോൾ. ചിക്കൻ റോൾ അത് ഇങ്ങനെ ചപ്പാത്തിയില്ലോ? ഓ ഗോട്ട്, എന്തായാലും വേണ്ടിയില്ല, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനൊരു സോസ് പാക്കറ്റ് എടുക്കുന്നുണ്ട്. ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിലെന്ന് പറയുമ്പോൾ ഈ ബോക്സിൻ്റെ അകത്ത് ഒരു പ്ലേറ്റും കൂടെ കരുതണം. ഇതേപോലെ എന്തെങ്കിലും ഫുഡ് ക്യാൻസൽ കിട്ടുന്ന സമയത്ത് നമുക്ക് കഴിക്കാമല്ലോ. സോസ്, സ്ക്വീസ് ഓഫ് സോസ്. ഓ നൈസ്. എന്താവോ ഇതിൻ്റെ ടേസ്റ്റ്. ചിക്കൻ റോൾ എന്നാണ് ഞാൻ ബില്ലിൽ കണ്ടത്. എന്ത് ചപ്പാത്തി റോളോ? നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ചിക്കൻ്റെ ഫില്ലുണ്ട്. ബട്ട് ഇതിൻ്റെ ഈ കോട്ടിങ് ചപ്പാത്തി ഭയങ്കര റഫായിപ്പോയി. മീൻസ് ഭയങ്കര ഉറപ്പ്. ഞാനിപ്പോൾ ചെയ്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഓൺഗോയിങ് ഓർഡർ ഉണ്ടല്ലോ, അപ്പോൾ അതെടുക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് ഞാനൊരു പ്ലാസ്റ്റിക് കവർ മേടിച്ചു. കാരണം ഇത് ഹമ്പ് ചാടിയിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ പാക്കിങ് മൊത്തം അവിടെ നിന്ന് മീൻസ് ഇളകി പോയിട്ടുണ്ട്. അപ്പോൾ ബർഗറൊക്കെ പുറത്താണുള്ളത്. തൽക്കാലം ഈ ഫുഡ് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഈ കവറിൽ ഇത് സെറ്റാക്കാം. ഇതാണ് എൻ്റെ ബർഗർ. ഇത് ഓൾറെഡി ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കി അത് പുറത്തേക്ക് വരും. ഇത് കവറിൽ വെക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ചിക്കൻ പോപ്കോൺ ഉണ്ട്.
ഇതിപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ വെച്ചിട്ടും കാര്യമില്ല, കാരണം അതൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് വെച്ചിട്ട് കവറിൽ ടൈറ്റ് ചെയ്ത് വെക്കാം. ദേ ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ, ഇതെങ്ങാനും പോയാൽ കഴിഞ്ഞ്. ഞാൻ ആലോചിക്കുന്നത് നമ്മൾ അമ്പൊക്കെ ചാടുന്ന സമയത്ത് കസ്റ്റമറിന് ഇപ്പം ഇങ്ങനെയല്ലേ കിട്ടുക. ദൈവമേ, ഞാൻ എത്ര പ്രാവശ്യം ഇങ്ങനെ കൊണ്ടു കൊടുത്തിട്ടുണ്ടെന്നറിയോ. ഓ ഗോഡ്. KFC പാക്കിംഗ് ഈസ് വെരി ബാഡ് ഗൈസ്. കാരണം നമുക്ക് ഡെലിവറി ഒക്കെ കൊണ്ടുപോകുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ല പാക്കിംഗ് അല്ലെങ്കിൽ ഈ ഹമ്പ് ചാടുമ്പോഴേക്ക് ഈ പറഞ്ഞ പോലെ ഒക്കെ പുറത്തേക്ക് പോകും. അപ്പോൾ എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. 7th floor. എന്താ ചെയ്യാ, ശരിക്കും ഇന്ന് വ്ലോഗ് എടുത്താൽ മതിയായിരുന്നു. കുറച്ച് തലവേദന ഉണ്ടാവുന്നേ ഉള്ളായിരുന്നു. ഐ മിസ് മൈ ക്യാമറ. അങ്ങനെ കിട്ടിയ ഓർഡർ ഞാൻ ആ ഫ്ലാറ്റിൽ കൊണ്ടുപോയി കൊടുത്തു. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എല്ലാ സർജും കൂടെ ചേർത്ത് 1 കിലോമീറ്റർ ആണെങ്കിലും 2 കിലോമീറ്റർ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഏണിങ്സ് ഉണ്ട്. ഈ ഓർഡർ കൊണ്ടു കൊടുത്ത സമയത്ത് എനിക്ക് കിട്ടിയത് 80 രൂപയാണ് സുഹൃത്തുക്കളെ. അവിടെ നിന്നും അടുത്ത ഓർഡറും ഇതേപോലെ തന്നെ 2 കിലോമീറ്ററിന് 80 രൂപ വെച്ച് കിട്ടിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായി സന്തോഷമായി. ഇത് നമുക്ക് എടുക്കാനുള്ളത് അപ്ന മുംബൈ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. പക്ഷേ ഇവിടെ എനിക്ക് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് എന്നെ പോസ്റ്റ് കിട്ടി. ഈ ഓർഡർ കിട്ടിയത് എനിക്ക് 25 മിനിറ്റിന് ശേഷമാണ് സുഹൃത്തുക്കളെ. ഇപ്പൊ കാണുന്ന സർജ് ഡീറ്റെയിൽസ് നോക്കി 60 രൂപയാണ് എക്സ്ട്രാ പെർ ഓർഡർ. അതായത് ഒരു ഓർഡറിന് എങ്ങനെ പോയാലും നമുക്ക് 80 രൂപ കിട്ടും. അത് 1 കിലോമീറ്റർ ആണെങ്കിലും ശരി, 2 കിലോമീറ്റർ ആണെങ്കിലും ശരി. ഗൈസ്, സമയം ഇപ്പോൾ 10:15 ഇനി അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത് ഞാൻ നൈസായിട്ട് വീട്ടിലേക്കൊന്ന് വിളിച്ച് പറയട്ടെ ഇങ്ങനൊരു സാധനം കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. സോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബ്രോസ്റ്റഡ് ചിക്കൻ. അപ്പോൾ എന്താ റിയാക്ഷൻ നോക്കാം, എന്ത് പറയും നോക്കാം. എനിക്കൊരു ക്യാൻസൽ ഓർഡർ കിട്ടിയിട്ടുണ്ട്. എന്താന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ ഫേവററ്റ് ഒരു ഫുഡ് ഉണ്ട് അതിനകത്ത്. ബ്രോസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പീസ് ഉണ്ടെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് 1800 രൂപയുടെ ഒരു എന്താ പറയുക, ഒരു ബക്കറ്റ് ലിസ്റ്റാണ് എനിക്ക് KFCന്ന് കിട്ടിയത്. അതിനകത്ത് 8 വലിയ പീസ് ഉണ്ട്, പിന്നെ ചിക്കൻ പോപ്കോൺ ഉണ്ട്, എനിക്ക് ഫ്രൈഡ് റൈസ് ഉണ്ട്. പക്ഷെ മയോണൈസ് മാത്രം അതിനകത്തില്ല. മയോണൈസ് ഞാൻ ഒരു കാര്യം ചെയ്യാം, വരുമ്പോൾ വാങ്ങാം. സമാധാനമായില്ലേ? പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ 10:15 ഇനി ഒരു 3 എണ്ണോടി എടുത്താലേ ഉള്ളൂ സെക്കൻഡ് ഇൻസെൻറ്റീവ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഒരു സമയമാവും, ഒരു 12 മണിയാവും. ബർഗർ ഉണ്ട്, അതിപ്പോൾ ഞാൻ തിന്നാണ്. അപ്പോഴത്തേക്കും കേട് വരും. അതൊക്കെ ഞാൻ തിന്ന്. അല്ല, ആ ചപ്പാത്തിയോ അത് പട്ടി കൊടുക്കാം. ഇതിനകത്ത് ഒരു ചിക്കൻ റോൾ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിനെ. ചിക്കൻ റോൾ എന്ന് പറഞ്ഞിട്ടൊരു ഒരു സാധനം ഉണ്ടേ. അത് കറക്റ്റ് ചിക്കൻ്റെ അകത്ത് ഓലെ ബ്രോസ്റ്റഡ് ചിക്കൻ ആക്കിയിട്ട് റോൾ ചെയ്തിട്ട് തന്നിട്ടുണ്ട്. അത് ഞാൻ തിന്നു. ബർഗർ ആണ് എത്തുമ്പോഴത്തേക്ക് കേട് വരും. അതിന് ഞാൻ ഇപ്പം തിന്നാം. എനിക്കറിയില്ല, ഞാൻ തിന്ന് നോക്കട്ടെ. പിന്നെ ഞാൻ കൊണ്ടുവന്ന ചപ്പാത്തി ഇമ്പക്ക് ലിയക്കുട്ടിക്ക് പട്ടിക്ക് കൊടുക്കാം. അത് സാറില്ല, ഒളിന്നോളും. ഓക്കെ, ബൈ. ശരി. സോ ഇതാണ് നമ്മുടെ KFC ബർഗർ. എന്താണോ എന്തോ, ഇതൊന്നും മയോണൈസൊക്കെ ഇതിനകത്തുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മയോണൈസ് വേണമായിരുന്നു, അതില്ലാത്തത് വല്ലാത്തൊരു ചതിയായിപ്പോയി ഇവന്മാർ ചെയ്തത്. പണ്ടറങ്ങ. സോ തുറന്നു നോക്കട്ടെ, ഇതെന്തോന്ന് പണ്ടത്. അയ്യോ, ഒരു പീസ് വെള്ളത്തിൽ പോയി. വാവ്, ഇതിനകത്ത് ക്രീമുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ സ്ക്വീസ് ഓഫ് സോസ്. ഇതിനകത്ത് ഓൾറെഡി മറ്റേ ക്രീമി ഒരു എന്താ പറയുക, ഒരു ഓറഞ്ച് ടൈപ്പ് മയോണൈസ് ഇല്ല, അതിൻ്റെ പേര് എനിക്കറിയില്ല. ഈ സാധനം ഉണ്ട്. സോ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, KFC ബർഗർ. ഇത് രസമുണ്ട്. മറ്റേ പുലിവാൽ കല്യാണ സിനിമയിൽ ദിലീപ് ചുണ്ടിൻ്റെ ഇടയിൽ ബണ്ണും തിരികെ വരുന്നില്ലേ, ആ അവസ്ഥയാണ് ഈ ബർഗർ തിന്നുമ്പോൾ. ഓഹോ, ഗൈസ്, ഇതിനകത്ത് എഗ്ഗുണ്ട്, ചിക്കനുണ്ട്, ചീസുണ്ട്, ആൻഡ് ലിറ്റിൽ മോർ സ്പൈസി. പിന്നെ ചില്ലി ഫ്ലേക്സ് ആണ് ഈ മുകളിൽ കാണുന്നതൊക്കെ.
ഇത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ സമയം ഇത് 12:25 ഇപ്പോഴാണ് ഞാൻ വീട്ടിലെത്തിയിരിക്കുന്നത്. ആൻഡ് ഇവിടെ എന്നെയും കാത്ത് 2 പേരിയ്ക്കുകയാണ് സുഹൃത്തുക്കളെ. അതെ, ഇന്ന് പ്രത്യേകിച്ച് കാത്തിരിക്കല്ലോ. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ നമ്മുടെ ഐറ്റം കിൻഡൽ ഐറ്റം 1800 രൂപയുടെ ഐറ്റം നമുക്ക് ഇതിനകത്ത് ആ ചിക്കൻ പീസിൻ്റെ ആ ഒരു സംഗതി ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. വലിയ പീസാണ് ഗൈസ്. അപ്പോൾ അതൊന്ന് നോക്കണം. അത് കൂടാതെ തന്നെ ഇതിനകത്ത് മയോണൈസ് അവർ ആഡ് ചെയ്തിട്ടില്ല. സോ ഞാൻ 2 ഡിപ്പ് കവർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12:30 മണിക്ക് ഇപ്പോൾ ഓർഡറുണ്ട്. ഞാൻ 2-3 ദിവസം മുന്നേ ഈ പറഞ്ഞ പോലെ 1 മണിക്ക് 1:30 ഞാൻ വർക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് എന്താണ് സിറ്റുവേഷൻ, അപ്പോൾ നമുക്ക് ഓർഡർ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ നിന്ന് നോക്കിയായിരുന്നു. പക്ഷേ ഓർഡർ ഇല്ല. ഇന്ന് അത്യാവശ്യം ഓർഡർ ഉണ്ട്. തന്നെയല്ല, ഇന്ന് ഞാൻ പറഞ്ഞല്ലോ 40 രൂപ സർജ് ഉണ്ട്. കൂടാതെ മഴ പെയ്തു. അപ്പോൾ 20 രൂപ അഡീഷണൽ അത് വേറെ, 60 രൂപ സർജ് മാത്രമായിട്ട്. എങ്ങനെ പോയാലും ഒരു ഓർഡറിന് 80 രൂപ മിനിമം ഉണ്ടാവും, 1 കിലോമീറ്റർ ആണെങ്കിലും. സോ നമ്മുടെ ചിക്കൻ പോപ്കോൺ എന്ന് പറയുന്നത് ഇതാണ് ചിക്കൻ പോപ്കോൺ. ആൻഡ് ഇനി അടുത്തത് ചിക്കൻ പീസ്. ഇതിനകത്ത് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. ആ സാധനമൊക്കെ ഇനി കേട് വരും. അതെന്താക്കും? അതൊന്നും എടുക്കാൻ പറ്റില്ല. ഫ്രഞ്ച് ഫ്രൈസ് എന്താക്കും ഇനി? ഇപ്പൊ കഴിക്കാന്നല്ലാതെ അങ്ങനെ ഇതായി പോയിണ്ടാവില്ലേ? അത് മിക്കവാറും നാളേക്ക് കേട് വരും. എൻ്റെ പൊന്നളിയ, ഈ ഒരു പീസിൻ്റെ വലുപ്പം നോക്കി. എൻ്റെ പൊന്നെ, ഇങ്ങനത്തെ 8 പീസാണുള്ളത്. അതായത് ഏറെക്കുറെ 2 കോഴി ഫുള്ള്, 1.5 അല്ലെങ്കിൽ 2 കോഴിയോ ഫുൾ ഉണ്ടാവും ഇത്. പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റേ ചിക്കൻ പോപ്കോണൊക്കെ ആയിട്ട് അതും കുറേ ഉണ്ട്. എന്തായാലും കണ്ടമാനം കഴിക്കാനുണ്ട്. ഇതെല്ലാം കൂടെ ഇപ്പം തിന്നിട്ടുണ്ടെങ്കിൽ പണിയാവും ചെയ്യും. നാളേക്ക് വെക്കാനാവും ഇത്. ഓ, നാളത്തെ വെക്കാം. ആവി കയറ്റാൻ പറ്റില്ല, അങ്ങനെ പൊരിച്ചെടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും ഇനിയിപ്പോൾ എണ്ണയിലിട്ട് പൊരിക്കണം. എണ്ണയിലിട്ട് പൊരിക്കണ്ട, നോൺ സ്റ്റിക്കിൽ ഇങ്ങനെ വെച്ച് ആവി വെച്ചാലൊക്കെ വാടിപ്പോവും. ആവി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ക്രിസ്പിനെസ് പോവും. അതിപ്പോൾ നാളേക്ക് എന്തായാലും പോവും. എന്നാലും അപ്പോൾ ഇന്ന് ഞാൻ എത്ര ഏണിങ്സ് ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കിലോമീറ്റർ ഭയങ്കര കുറവായിരുന്നു. കാരണം ഈ ഓർഡറിൻ്റെ ക്യാൻസലേഷന് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 1 മണിക്കൂർ അങ്ങനെ പോയി. പിന്നെ പല റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് എനിക്ക് നല്ല പോസ്റ്റ് കിട്ടി. ഇന്ന് അത്യാവശ്യം വർക്കുകൾ കിട്ടി. ഓർഡറുകൾ മീൻസ് ഓർഡർ ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് പണി തന്ന ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇന്ന് എൻ്റെ ടോട്ടൽ ഏണിങ്സ് എന്ന് പറയുന്നത് 1055 രൂപയാണ്. കറക്റ്റ് 100 കിലോമീറ്ററാണ് ഞാൻ ഇന്ന് ഓടിയത്. അതിനെനിക്കൊരു 200 രൂപ പെട്രോൾ എക്സ്പെൻസും ഉണ്ടാവും. സോ 855 രൂപയാണ് നമ്മുടെ ഇന്നത്തെ പ്രോഫിറ്റ്. അതും ഞാൻ കുറഞ്ഞ കിലോമീറ്ററിൽ ഓടിയിട്ടാണ് എനിക്ക് കിട്ടിയത്. ആക്ച്വലി ഇപ്പോൾ കേൾക്കുന്നവർക്ക് 100 കിലോമീറ്ററിൽ 850 കിട്ടിയുള്ളൂ എന്ന് ചിന്തിക്കും. പക്ഷേ ഇതൊന്നും കിട്ടാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. എനിവേസ്, പിന്നെ പലരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇതിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്നുള്ളത്. ഫ്രീഡം എന്നുള്ള ഒരൊറ്റ വാക്കിൻ്റെ പുറത്താണ് ഇതിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്. അല്ലാണ്ട് വലിയ എന്താ പറയുക മെച്ചോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ എനിക്ക് വ്ളോഗുണ്ട്, ബാക്കിയുള്ളൊരു കാര്യം അങ്ങനെയുമല്ല. സോ ഫ്രീഡം എന്നുള്ളൊരൊറ്റ വീടിൻ്റെ പുറത്താണ് ഈ ജോലി കടിച്ചു പിടിച്ച് നിൽക്കുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കിട്ടുന്ന സമയത്ത്, അതായത് ഇപ്പോൾ കിട്ടുന്ന സമയത്ത് ഒരു ചെറിയ സന്തോഷം, അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ. ഇനി നമുക്ക് ജസ്റ്റ് മയോണൈസ് ഒന്ന് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഒരു പീസ് ചിക്കൻ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്താണ് അവസാനങ്ങൾ. ഞാൻ ഇതിലേക്ക് സോസും കൂടെ സൈഡിലേക്ക് വയ്ക്കുന്നുണ്ട്. എനിക്ക് പൊതുവെ ഈ പറഞ്ഞ പോലെ എല്ലുള്ള പീസാണ് ഇഷ്ടം. സോ ഇത് പോയി ഗൈസ്, പോയി മീൻസ് ഭയങ്കര തണുത്ത് പോയി എല്ലാം കൂടെ. ഒന്നാമത് മഴയല്ലേ. സോ ചിക്കൻ ലെഗ് പീസ് മനസ്സിൽ മുക്കുന്നു, സോസിലൊരു പിടി പിടിക്കുന്നു. ദെൻ ആ ഒരു ക്രിസ്പും കൂടെ ഉണ്ടെങ്കിൽ